നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നോക്കൂ, നമ്മൾ 11ാമത്തെ പാഠം ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം മാക്സ്വെല്ല് ഇലക്ട്രോ മാഗ്നറ്റിസം ഇക്വേഷൻസൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഹേർട്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് 1887 ഉണ്ടാക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുകയും അത് ഡിറ്റക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് ലൈറ്റിൻ്റെ വേവ് നേച്ചർ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു 1887. അപ്പോൾ Maxwell's equations of electromagnetism and Hertz experiments on the generation and detection of electromagnetic waves established the wave nature of light in 1887. അത് കഴിഞ്ഞ് 1895 റോൺജൻ എക്സ്റേ ഡിസ്കവർ ചെയ്തു. മനസ്സിലായി? എക്സ്റേ വാസ് ഡിസ്കവേർഡ് ഇൻ 1895 ബൈ റോൺജൻ. ദെൻ 1897 ജെ തോംസൺ ഡിസ്കവേർഡ് ഇലക്ട്രോൺ. 1897 ജെ തോംസൺ ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തു. അപ്പോൾ ആ ഡിസ്കവറിക്ക് ഉണ്ടായ കാരണമാണ് പറയാൻ പോണത്. ഒരു ഡിസ്ചാർജ് ട്യൂബിൽ, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ട്യൂബിൽ 2 ഇലക്ട്രോഡ്സുകളുണ്ട്, കാഥോഡും ആനോഡും. ആ ഇലക്ട്രോഡ്സ് ഉള്ള ആ ഡിസ്ചാർജ് ട്യൂബിൽ ഗ്യാസ് ലോ പ്രഷറിൽ, അതായത് 0.001 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പ്രഷറിൽ ഒരു ഗ്യാസിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ആ കാഥോഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലെ ഗ്ലാസ്സിൽ ഒരു ഫ്ലൂറസൻ തിളങ്ങണ ഒരു വെളിച്ചം, ഗ്ലോ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് അന്ന് മനസ്സിലായി ആ കാഥോഡിൽ നിന്ന് വരുന്ന ഏതോ ഇൻവിസിബിൾ റേസ്, അദൃശ്യമായിട്ടുള്ള കിരണങ്ങളാണ് ഈ ഗ്ലോയ്ക്ക് കാരണം. ഫ്ലൂറസൻ ഗ്ലോ, നല്ല തിളക്കമുള്ളൊരു വെളിച്ചം. അപ്പോൾ ആ വെളിച്ചം ഉണ്ടായത് കാഥോഡിൽ നിന്ന് വരുന്ന ഏതോ കാണാൻ പറ്റാത്ത റേസ്, രശ്മികൾ കാരണമാണെന്ന് അന്ന് വിശ്വസിച്ചിരുന്നത്. ആ കാഥോഡിൽ നിന്ന് വരുന്നത് കൊണ്ട് അവർക്ക് എന്ത് പേരിട്ടു? കാഥോഡ് റേസ് എന്ന് പേരിട്ടു. അപ്പോൾ ജെ തോംസൺ ഡിസ്കവേർഡ് ഇലക്ട്രോൺസ് ഇൻ 1897. ആ ഡിസ്കവറിക്ക് സഹായിച്ചത് ദ ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഗ്യാസ് at low pressure, that is 0.001 millimeter of mercury pressure. An experiment was conducted in which 2 electrodes, cathode and anode, are taken in a glass discharge tube, and when an electric discharge is applied or electric field is applied, a glow, fluorescent glow appears on the opposite glass wall of cathode. Then that invisible rays came from the cathode and he named them as cathode rays. ആ കാഥോഡ് റേസ് എന്ന് അതിനെ വിളിച്ചു. പിന്നീട് വില്യം ക്രൂക്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, ഹി ഫൗണ്ട് ദാറ്റ് ദീസ് കാഥോഡ് റേസ് ആർ നത്തിങ് ബട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് കണ്ടെത്തി. ജെ തോംസൺ then conducted an experiment in which he applied mutually perpendicular electric and magnetic field to these cathode rays and determined the E/M ratio. ജെ തോംസൺ പരസ്പര ലംബങ്ങളായ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ കാഥോഡ് റേസിൽ അപ്ലൈ ചെയ്തിട്ട് അവരുടെ E/M റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തി. 1.76 into 10⁻11 കൂളൂം പെർ കിലോഗ്രാം ആയിരുന്നു അവരുടെ ചാർജ് ടു മാസ് റേഷ്യോ ജെ തോംസൺ കണ്ടെത്തിയത്. ദെൻ ഇൻ സം അതർ എക്സ്പെരിമെൻറ്റ്സ്, certain metals when irradiated with ultraviolet light also produces these negatively charged particles. ചില ലോഹങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് വീഴുമ്പോൾ അവരും ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. And also when certain metals heated to high temperature, they also emit these negatively charged particles.
അതുപോലെ തന്നെ ചില ലോഹങ്ങൾ നല്ല ഊഷ്മാവിൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോഴും ഇതുപോലെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവുമെന്ന് മനസ്സിലായി. Then J.J. Thomson determined the E/M ratio of all these negatively charged particles produced in various methods. അപ്പോൾ പല മെത്തേഡിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ E/M റേഷ്യോ J.J. തോംസൺ കണ്ടെത്തി. അതെല്ലാം 1.76 × 10⁻11 കൂളും പെർ കിലോഗ്രാം ആയിരുന്നു. മനസ്സിലായി? ബൈ വിച്ച് എവർ മെത്തേഡ് they were produced. ഏത് മെത്തേഡിൽ കൂടെ ഉണ്ടാക്കിയതായാലും ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ E/M റേഷ്യോ ഒരേപോലെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് J.J. തോംസൺ കൺക്ലൂഡ് ചെയ്തു ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ നത്തിങ് ബട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിവേഴ്സൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ. അതായത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രപഞ്ചം മുഴുവനുള്ള മാറ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാന ഘടകമായിട്ടുള്ള ഇലക്ട്രോണാണ് ഇതെന്ന് അദ്ദേഹം നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് പേരിട്ടു. അങ്ങനെ 1906 ഈ J.J. തോംസന് നോബൽ പ്രൈസ് കിട്ടി ഇലക്ട്രോൺ കണ്ടുപിടിച്ചതിന്. പിന്നെ ഒരു അമേരിക്കൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള മില്ലിക്കൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഹി ഡിറ്റർമിൻ ദ ചാർജ് ഓഫ് ദീസ് ഇലക്ട്രോൺസ്. J.J. തോംസൺ E/M റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മില്ലിക്കൺ ഹി കണ്ടക്റ്റഡ് ആൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫൗണ്ട് ദ ചാർജ് ഓഫ് ദീസ് ഇലക്ട്രോൺസ് ആസ്, ആ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.602 × 10⁻−19 കൂളുമ്പാണെന്ന് മില്ലിക്കൺ അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ കൂടെ ഇതായി. അതുമാത്രമല്ല ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അത് ക്വാണ്ടൈസ്ഡ് ആണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ക്വാണ്ടൈസ്ഡ് ആണെന്നും അദ്ദേഹം കണ്ടെത്തി. അതായത് Q = ±NE ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓൺ എ ബോഡി ഈസ് അല്ലേ, ചാർജ് ഓൺ എ ബോഡി ഈസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജ്. പോസിറ്റീവ് ആണെങ്കിൽ +NE, ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ -NE. അപ്പോൾ ഈ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നും ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്നും മില്ലിക്കൺ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് ഇതിനെക്കുറിച്ചൊക്കെയാണ്. മനസ്സിലായ? മാറ്ററിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെയും മാറ്ററിൻ്റെയൊക്കെ ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഏറ്റവും എല്ലാ യൂണിവേഴ്സ് പ്രപഞ്ചം മുഴുവനുള്ള എല്ലാ മാറ്ററിൻ്റെയും ഫണ്ടമെൻ്റൽ അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് എന്ത്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ എമിഷൻ. When an electron tries to escape from a metal, the metal surface acquires a positive charge which tries to pull back the electron to the metal itself. ഒരു ഇലക്ട്രോൺ ഒരു ലോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ മെറ്റൽ സർഫസിൽ ആ ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ആ പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രോണിനെ തിരിച്ച് അതിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ so in order to escape this electron from the metal, it needs sufficient energy to overcome the attractive pull of the metallic surface. അപ്പോൾ ഇലക്ട്രോണിന് ആ പോസിറ്റീവ് ചാർജുള്ള ലോഹ ഉപരിതലം ആ ഇലക്ട്രോൺ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പുറത്തേക്ക് നീങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ മെറ്റലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഇലക്ട്രോൺ വിടുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ പോസിറ്റീവ് ചാർജ് കാരണം ഈ ഇലക്ട്രോണിനെ ആ ലോഹം തിരിച്ചതിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് വീണ്ടും അതിലേക്ക് തന്നെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോണിന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ, ആ മെറ്റലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്? ദ ഇലക്ട്രോൺ നീഡ്സ് സഫിഷ്യൻറ്റ് എനർജി ടു ഓവർകം ദ അട്രാക്റ്റീവ് പുൾ ഓഫ് ദ മെറ്റൽ അല്ലേ. ആ മെറ്റലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഇലക്ട്രോണിന് എന്ത് വേണം? അത്യാവശ്യം എനർജി വേണം. എന്തിന്? ഈ ലോഹത്തിൻ്റെ ആ പോസിറ്റീവ് ചാർജ് അതിനെ അട്രാക്റ്റ് ചെയ്ത് വലിക്കണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എനർജി ആർക്ക് വേണം? സഫിഷ്യൻ്റ് എനർജി, അത്യാവശ്യം എനർജി. മനസ്സിലായ? ആ ലോഹം അതിനെ തിരിച്ച് വലിക്കണയിൽ നിന്ന്
എഗെയിൻസ്റ്റ് ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ആർക്ക് വേണം? ഇലക്ട്രോണിന് വേണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോണിന് ആ ലോഹത്തിൽ നിന്ന് എമിഷൻ നടത്താൻ പറ്റുള്ളൂ. ആ ഒരു മിനിമം എനർജി വേണമെന്നല്ലോ. ആ മിനിമം എനർജിക്ക് പറയുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്ന് പറയും. അപ്പോൾ ദ മിനിമം വാട്ട് ഈസ് വർക്ക് ഫങ്ഷൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വർക്ക് ഫങ്ഷൻ. അപ്പോൾ ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫങ്ഷൻ. ഇലക്ട്രോണിന് മെറ്റൽ സർഫസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട മിനിമം എനർജിയാണെന്ത്? വർക്ക് ഫങ്ഷൻ. അപ്പോൾ വർക്ക് ഫങ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് അല്ലെങ്കിൽ ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് ഫ്രം ദ അട്രാക്റ്റീവ് പുൾ ഓഫ് ദ മെറ്റൽ, അല്ലെങ്കിൽ ടു ഓവർകം ദ അട്രാക്റ്റീവ് പുൾ ഓഫ് ദ മെറ്റൽ സർഫസ്. ആ മെറ്റൽ സർഫസിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ ഇലക്ട്രോണിന് വേണ്ട മിനിമം എനർജിയാണെന്ത്? വർക്ക് ഫങ്ഷൻ. വർക്ക് ഫങ്ഷൻ എന്നുള്ളത് നമ്മൾ സാധാരണ 5 എന്നുള്ള കണ്ടോ, ഒരു 0 ഇട്ടിട്ട് വിട്ടിടുക. അപ്പോൾ 50 എന്നുള്ള അക്ഷരത്തിലാണ് അക്കാണ് അല്ലെങ്കിൽ ഈ അക്ഷരമാണ് എന്തിന്? വർക്ക് ഫങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. 50 എന്ന് പറയാം. വർക്ക് ഫങ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 50. ഇനി അതിൻ്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മൾ EV എന്ന് പറയും. ഇലക്ട്രോൺ വോൾട്ടാണ് അതിൻ്റെ യൂണിറ്റ്. എന്താ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ വോൾട്ട്? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ എനർജി gained by an electron in accelerating through a potential difference of 1 volt. 1 electron volt is the energy gained by an electron in accelerating through a potential difference of 1 volt. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നേടുന്ന എനർജി. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നേടുന്ന എനർജിയാണെന്ത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.602 × 10⁻⁻19 ജൂളാണ്. കണ്ടോ, 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.602 × 10⁻⁻19 ജൂൾ എനർജിയാണ്. ഇനി ഇപ്പോൾ ഈ വർക്ക് ഫങ്ഷൻ്റെ യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു. വർക്ക് ഫങ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നേച്ചർ ഓഫ് ദ മെറ്റൽ സർഫസ്. ഈ വർക്ക് ഫങ്ഷൻ 2 കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഒന്ന്, ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ്, ഏത് മെറ്റലാണ്. 2, അതിൻ്റെ സർഫസിൻ്റെ നേച്ചർ, ആ നേച്ചർ ഓഫ് ദ സർഫസ്. അപ്പോൾ 2 കാര്യങ്ങളെ വർക്ക് ഫങ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, ഏത് മെറ്റലാണ്, ആൻഡ് ദ നേച്ചർ ഓഫ് ദ മെറ്റൽ സർഫസ്, ആ മെറ്റൽ സർഫസിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ വർക്ക് ഫങ്ഷനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. വർക്ക് ഫങ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് അല്ലെങ്കിൽ ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 50 എന്ന് പറഞ്ഞിട്ടാണ് വർക്ക് ഫങ്ഷൻ കാണിക്കുക. അതിൻ്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ എനർജി ഗെയിൻ ബൈ ആൻ ഇലക്ട്രോൺ ഇൻ ആക്സിലറേറ്റിംഗ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. 1.602 × 10⁻⁻19 ജൂളാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ ഇലക്ട്രോൺ ഈ വർക്ക് ഫങ്ഷൻ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസിനെയും മെറ്റലിൻ്റെ സർഫസിനെയും അതിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് വർക്ക് ഫങ്ഷനെ കുറിച്ച് അറിയേണ്ടത്. ഹയസ്റ്റ് വർക്ക് ഫങ്ഷൻ, അതായത് ഏറ്റവും ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടിയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇത് പ്ലാറ്റിനാണ്. മനസ്സിലായി? ഹയസ്റ്റ് വർക്ക് ഫങ്ഷൻ ഈസ് ഫോർ പ്ലാറ്റിനം ആൻഡ് ദ ലീസ്റ്റ് ഫോർ സീഷ്യം. ഏറ്റവും എളുപ്പത്തിൽ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മെറ്റൽ ഏതാ? സീഷ്യാണ്. സീഷ്യം. അപ്പോൾ ഹയസ്റ്റ് വർക്ക് ഫങ്ഷൻ ഉള്ളത് പ്ലാറ്റിനത്തിനും ലീസ്റ്റ് വർക്ക് ഫങ്ഷൻ ഉള്ളത് സീഷ്യത്തിനുമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇലക്ട്രോണിനെ വിട്ട് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളത് പ്ലാറ്റിനത്തിനും. ഇലക്ട്രോണിനെ എളുപ്പത്തിൽ കുറച്ച് എനർജി കൊണ്ട് ഇലക്ട്രോണിനെ എളുപ്പത്തിൽ വിട്ട് കിട്ടണത്, അതായത് വർക്ക് ഫങ്ഷൻ കുറവുള്ളത് സീഷ്യത്തിനുമാണ്. അപ്പോൾ ഇത്രയാണ് വർക്ക് ഫങ്ഷൻ. ഹൗ ക്യാൻ യു പ്രൊവൈഡ് വർക്ക് ഫങ്ഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ providing work function, അല്ലെങ്കിൽ what are the methods to emit an electron from the metal. അപ്പോൾ വർക്ക് ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു? മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് എന്ന് പറഞ്ഞു. ആ മിനിമം എനർജി നമുക്ക് 3 രീതിയിൽ കൂടെ കൊടുക്കാം. മനസ്സിലായ? അതായത് വർക്ക് ഫങ്ഷൻ ക്യാൻ ബി ഗിവൺ ടു എ മെറ്റൽ ബൈ 3 മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡാണ് തെർമയോണിക് എമിഷൻ. തെർമയോണിക്
emission. Thermionic emission എന്ന് പറഞ്ഞാൽ when the metal is heated to sufficient temperature, high temperature, sufficiently high temperature, the electrons in the metal acquires thermal energy to overcome the work function. മനസ്സിലായ? and they will emit from the അല്ലെങ്കിൽ eject from the metal surface. അപ്പോൾ ചില മെറ്റലുകളെ ചൂടാക്കി കഴിഞ്ഞാൽ, വളരെ നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ലോഹത്തിലത്തെ ഇലക്ട്രോണുകൾക്ക് തെർമൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപോർജ്ജം കിട്ടുകയും അവർ ആ വർക്ക് ഫംഗ്ഷന് കൂടുതൽ എനർജി വരുമ്പോൾ എന്തുണ്ടാവും? മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. അതായത് ആ മെറ്റലിൽ നിന്ന് വിടാനുള്ള മിനിമം എനർജിയാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തെർമൽ എനർജി ആ ഇലക്ട്രോൺസിന് കിട്ടണമുണ്ട് ആ ഇലക്ട്രോൺ പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ആ മെത്തേഡിന് പറയുന്ന പേരാണ് എന്ത്? തെർമയോണിക് എമിഷൻ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയും. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ അപ്ലൈയിങ് എ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് 10⁸ V/m ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു എത്രയും വലിയ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ബൈ അപ്ലൈയിങ് എ high electric field of the order of 10⁸ V/m, the electron acquires sufficient energy to overcome the attractive pull of the metal. അല്ലെങ്കിൽ they will get the work function and they will emit from the metal. അപ്പോൾ ഫീൽഡ്, that process is called field emission. ഇലക്ട്രോണിന് മെറ്റൽ സർഫസിൽ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് 10⁸ V/m ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണുകൾക്ക് ഇലക്ട്രിക്കൽ എനർജി, മനസ്സിലായ? ഇലക്ട്രിക് ഫീൽഡിൽ അപ്ലൈ ആണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജി കിട്ടുകയും അവർ ആ വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ആ മെറ്റൽ സർഫസിൽ നിന്ന് തെറിക്കും. അതിന് പറയുന്ന പേരാണെന്ത്? ഫീൽഡ് എമിഷൻ. അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ലൈറ്റാണ്. അപ്പോൾ വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യൻ്റ്ലി ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ എനർജി falls on the metal surface, the electrons get energy from the light and they will emit from the metal surface. That is called photoelectric emission. അപ്പോൾ ഒരു നിശ്ചിത ഫ്രീക്വൻസിക്ക് മീതെ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ആ ഇലക്ട്രോണുകൾക്ക് ലൈറ്റ് എനർജി, ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് നമുക്കറിയാം. അപ്പോൾ ലൈറ്റ് എനർജി കിട്ടുകയും, കാരണം ഫ്രീക്വൻസി ഉണ്ട്, നല്ല എനർജിയുള്ള ലൈറ്റാണ്. അപ്പോൾ അങ്ങനെ ആ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ, നല്ല ഫ്രീക്വൻസി, അതായത് ഒരു നിശ്ചിത ഫ്രീക്വൻസി, കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ ഈ മെറ്റലിലെ ഇലക്ട്രോണുകൾക്ക് ലൈറ്റ് എനർജി കിട്ടുകയും വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്യും, അവർ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. അതിന് പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും പറയും. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അപ്പോൾ അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാണ്. വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യൻ്റ്ലി ഹൈ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദ മെറ്റൽ സർഫസ്, ദ ഇലക്ട്രോൺസ് അബ്സോർബ് എനർജി ഫ്രം ദ ലൈറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് എനർജി മോർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആൻഡ് ദേ വിൽ ബി എമിറ്റഡ് അല്ലെങ്കിൽ ഇജക്റ്റഡ്. ഇലക്ട്രോൺസിന് മെറ്റൽ സർഫസിൽ നല്ല ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ലൈറ്റിലത്തെ എനർജി ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും, ആ ഇലക്ട്രോൺസ് പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. അതിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നു പറഞ്ഞു. ആ പ്രതിഭാസമാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദിസ് വാസ് ഒബ്സർവ്ഡ് ബൈ ഹെൻറിച്ച് ഹെർട്സ് ഇൻ 1887. 1887 ഹെൻറിച്ച് ഹെർട്സ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്, ആദ്യമായി ഒബ്സർവ് ചെയ്തത്. Hertz observed that when light of sufficiently high frequency falls on the metal surface, electrons are emitted to the surrounding space. അപ്പോൾ നല്ല ഫ്രീക്വൻസിയുള്ള ലൈറ്റ്, അതായത് വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ തെറിക്കുകയും അത് ചുറ്റുപാടിലേക്ക് തെറിച്ച് രക്ഷപ്പെടും. ഇലക്ട്രോൺസ് പുറത്തേക്ക് തെറിച്ച് പോകും, ചുറ്റുപാടിലേക്ക് തെറിച്ച് പോകുന്ന അദ്ദേഹം കണ്ടെത്തി 1887. അപ്പോൾ ഹെൻറിച്ച് ഹെർട്സ് ആണ് ആദ്യമായി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത്. 1 മാർക്കിൽ ചോദിക്കാം.
ഹോൾവാക്ക് എന്നും ലെനാർഡ് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ് അടുത്ത ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് ഒബ്സർവ് ചെയ്തവർ. നോക്കൂ, അപ്പോൾ ലെനാർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഹി ഒബ്സർവ് ദാറ്റ് an evacuated glass tube consisting of 2 electrodes, cathode or emitter and anode or collector is taken by Lenard. Then ultraviolet light falls on the emitter plate or cathode plate. He found that electrons are emitted and current flows in the circuit. അപ്പോൾ ലെനാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഒരു ഇവാക്വേറ്റഡ് വായു നീക്കം ചെയ്തൊരു ഗ്ലാസ് ട്യൂബിൽ 2 ഇലക്ട്രോഡുകൾ കാഥോഡ് അല്ലെങ്കിൽ എമിറ്റർ പ്ലേറ്റ്, ആനോഡ് അല്ലെങ്കിൽ കളക്ടർ പ്ലേറ്റ് എടുത്തിട്ട് ആ കാഥോഡ് എമിറ്റർ പ്ലേറ്റിലേക്ക് അൾട്രാവയലറ്റ് ലൈറ്റ് വീഴാൻ അനുവദിച്ചു. അപ്പോൾ അതിലൊരു കറണ്ട് ഉണ്ടാവുന്നതായിട്ട് കണ്ടെത്തി. അതായിരുന്നു ലെനാർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്. അൾട്രാവയലറ്റ് ലൈറ്റ് എമിറ്റർ അല്ലെങ്കിൽ കാഥോഡിൽ വന്ന് വീണപ്പോൾ ഇലക്ട്രോൺസ് തെറിക്കുകയും ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയും ഉണ്ടായെന്നാണ് ലെനാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയത്. 1888 ഹോൾവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സിങ്ക് പ്ലേറ്റ് ഒരു ഇലക്ട്രോസ്കോപ്പിൽ കണക്ട് ചെയ്തു. വെൻ ദാറ്റ് അപ്പോൾ ഹോൾവാക്ക് ഇൻ 1888 took a negatively charged zinc plate connected to an electroscope. When ultraviolet light falls on the zinc plate, he found that zinc plate loses its electrons. അപ്പോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സിങ്ക് പ്ലേറ്റിനെ ഒരു ഇലക്ട്രോസ്കോപ്പുമായിട്ട് കണക്ട് ചെയ്തു ഹോൾവാക്ക് 1888. എന്നിട്ട് ആ സിങ്ക് പ്ലേറ്റിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് വീണപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. നെഗറ്റീവ്ലി ചാർജ്ഡ് സിങ്ക് പ്ലേറ്റ് ലോസ്റ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ വെൻ illuminated by ultraviolet light. He again irradiate the zinc plate with ultraviolet radiations. Then he found that the zinc plate become positively charged. അദ്ദേഹം വീണ്ടും ആ സിങ്ക് പ്ലേറ്റിലേക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്യിപ്പിച്ചു, വീഴ്ത്തി. അപ്പോൾ എന്തുണ്ടായി, ആ ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ് സിങ്ക് പ്ലേറ്റ് ആയിരുന്നു, അതിൽ അൾട്രാവയലറ്റ് ലൈറ്റ് ആദ്യം വീണപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് നഷ്ടപ്പെട്ടു. വീണ്ടും അതിലേക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻ വീഴാൻ അനുവദിച്ചപ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആയി മാറി. ഹി ദെൻ അഗെയിൻ ഇറേഡിയേറ്റഡ് ദ സിങ്ക് പ്ലേറ്റ് വിത്ത് ultraviolet radiation and found that the positive charge of the zinc plate increased. വീണ്ടും ആ പോസിറ്റീവ് ചാർജുള്ള സിങ്ക് പ്ലേറ്റിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ വീഴാൻ അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുന്നതായിട്ടും കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് കൂടുക? ഇലക്ട്രോൺസിനെ മാറ്റുമ്പോൾ അല്ലേ? ആ സിങ്ക് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ നീക്കം ചെയ്യുമ്പോഴല്ലേ പോസിറ്റീവ് ചാർജ് കൂടുക. അപ്പോൾ എന്തുണ്ടായി, അവിടെ ആ ഇലക്ട്രോൺസ് സിങ്ക് പ്ലേറ്റിൽ നിന്ന് ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് വീണപ്പോൾ ആ സിങ്ക് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി, കണ്ടു. അപ്പോൾ ആ പുറത്തേക്ക് പോയി, അതാണ് എന്ത്, ഈ നമ്മൾ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി, അപ്പോൾ അത് പോസിറ്റീവ് ചാർജായി. പോസിറ്റീവ് ചാർജിൽ വീണ്ടും പോസിറ്റീവ് ചാർജുള്ള സിങ്ക് പ്ലേറ്റിൽ വീണ്ടും അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് വീണപ്പോൾ എന്തുണ്ടായി, അതിൽ നിന്നുള്ള ഇലക്ട്രോൺസ് പിന്നെയും പോയി. അപ്പോൾ എന്തുണ്ടായി, അതിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടി, കണ്ടു. അപ്പോൾ അൾട്രാവയലറ്റ് ലൈറ്റ് സിങ്ക് പ്ലേറ്റിൽ വന്ന് വീണപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ തെറിപ്പിക്കാനുള്ള കഴിവുണ്ടായി. അപ്പോൾ സിങ്ക് മാത്രമല്ല, സിങ്ക്, കാഡ്മിയം, മഗ്നീഷ്യം മുതലായ ലോഹങ്ങൾ അൾട്രാവയലറ്റ് ലൈറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, വേവ് ലെങ്ത് കുറവും ഫ്രീക്വൻസി കൂടുതലുള്ളതാണ് അൾട്രാവയലറ്റ് ലൈറ്റ്. അപ്പോൾ ആ സിങ്ക്, കാഡ്മിയം, മഗ്നീഷ്യം മുതലായ ലോഹങ്ങൾക്ക് അൾട്രാവയലറ്റ് ലൈറ്റ്, വേവ് ലെങ്ത് കുറവുള്ള അൾട്രാവയലറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസിനെ തെറിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി. ക്ലിയറായ? certain alkali metals like lithium, sodium, potassium, cesium, rubidium have the ability to emit electrons even if visible light falls on them. അപ്പോൾ ആൽക്കലി ലോഹങ്ങളായിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീഷ്യം, റുബീഡിയം മുതലായ ലോഹങ്ങൾക്ക് വിസിബിൾ ലൈറ്റ്, അതായത് അൾട്രാവയലറ്റിനേക്കാൾ ഫ്രീക്വൻസി കുറവ്, വേവ് ലെങ്ത് കൂടുതലുള്ളതാണ് ഈ വിസിബിൾ ലൈറ്റ്. അപ്പോൾ ആ വിസിബിൾ ലൈറ്റ് വീണാൽ പോലും ഈ ലോഹങ്ങൾക്ക്, ഈ പറഞ്ഞ ലോഹങ്ങൾക്ക് ഇലക്ട്രോണിനെ തെറിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി.
ഇതൊക്കെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ. ചോദിക്കാം, റൈറ്റ് ഡൗൺ ദ ഹാൾവാക്ക് ലെനാർഡ്സ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഹേർട്സ് ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.